ഹായ് ഹലോ അസ്സാം വലൈക്കും നമസ്കാരം. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കണം കേട്ടോ. എനിക്കും സുഖം തന്നെയാണ്. ഇന്ന് അടിപൊളിയൊരു വീഡിയോ ആണ്. അപ്പം നമ്മൾ കുറച്ച് ചക്ക ഇട്ടിട്ടുണ്ട്. ചെറിയ ചെറിയ ചക്കകളാണ്. അപ്പം നമ്മൾ ഓരോന്നും എടുത്തിട്ട് ചിപ്സ് ആക്കാനും അതുപോലെ അടിപൊളി കൂട്ടാനൊക്കെ ഉണ്ടാക്കാം. അപ്പോൾ ഇന്ന് നമ്മൾ അതിൽ കുറച്ച് എടുത്തിട്ട് കുറുമ ഉണ്ടാക്കുന്നുണ്ട്. അതുപോലെ കുറച്ച് ചിപ്സും ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. നമ്മൾ ഇന്ന് ചോറയും അരിയൊക്കെ ചേർത്തിട്ടുള്ള ഒരു പുട്ടാണ്. ആ പുട്ടിലേക്കുള്ള നല്ല അടിപൊളി ചക്ക കുറുമ ഉണ്ടാക്കുന്ന അടിപൊളി ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അതിനുവേണ്ടി ചക്ക മഞ്ഞൾപ്പൊടി മുളകും പൊടി പെട്ടെന്ന് അടുപ്പത്ത് വേവിക്കാൻ വെച്ചിട്ടുണ്ട്. അതിന് ശേഷം നമ്മളതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറിയ ഉള്ളിയും അതുപോലെ കുറച്ച് സവാളയും എടുത്തിട്ടുണ്ട്. പിന്നെ വലിയ ജീരകം ഒന്ന് എണ്ണയിൽ മൂപ്പിച്ചതിന് ശേഷം ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഇട്ട് കൊടുത്തിരിക്കുകയാണ്. അതിന് ശേഷം നമ്മളൊരു തേങ്ങയുടെ ഒരു മുറി എടുത്തിട്ടുണ്ട്, അതും ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിന് ശേഷം നന്നായി വറുത്തതിന് ശേഷം നമ്മളതിലേക്ക് മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോഴേക്കും ഒരടുപ്പത്ത് നമ്മൾ ചിപ്സ് ഇങ്ങനെ ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. നല്ല ടേസ്റ്റോട് കൂടിയിട്ടുള്ള ചിപ്സാണ്. അതിലേക്ക് കുറച്ച് വെളുത്തുള്ളി ചതച്ച് അതുപോലെ പച്ചമുളകും ഇട്ട് കൊടുത്തിട്ടുണ്ട്. നല്ല മണം രുചിയോടുകൂടി തന്നെ നമുക്ക് ചക്ക ചിപ്സ് ഉണ്ടാക്കിയെടുക്കാം. വൈകുന്നേരങ്ങളിലൊക്കെ അത് കഴിക്കുന്നത് ഭയങ്കര ടേസ്റ്റായിരിക്കും കേട്ടോ. നമ്മളെ ഉണ്ടാക്കിയതെന്ന് പറഞ്ഞാൽ അതിൽ കൂടുതൽ കെമിക്കലൊന്നും വരാതെയല്ലേ ഉണ്ടാക്കണം. പിന്നെ ചിപ്സൊക്കെ കോരിയെടുക്കുന്നുണ്ട്. അതിന് ശേഷം നമ്മളെ ചക്കക്കുറുമയിലേക്കുള്ള അരപ്പ് ശരിയാക്കിയിട്ടുണ്ട്. അതും കൂടി ഒഴിച്ച് കൊടുത്തിട്ട് നല്ല അടിപൊളി ടേസ്റ്റോട് കൂടി തന്നെ നമ്മൾ ചക്കക്കുറുമയും അതുപോലെ കോറപ്പുട്ട്, കോറയും അരിയും ചേർത്ത പുട്ടാണ് കേട്ടോ. നല്ല ടേസ്റ്റാണ്. ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കി. അപ്പോൾ വൈകുന്നേരം ഞാൻ പാടത്തൊക്കെ പോയി വെറുതെ അങ്ങ് കുറച്ച് നേരം പാടത്തൊക്കെ നിന്നതിന് വന്ന ശേഷം നമ്മൾ ചക്ക ചിപ്സ് എടുത്ത് കഴിക്കുകയാണ്. കട്ടൻ ചായയും ചക്ക ചിപ്സും നല്ല ടേസ്റ്റാണ് കേട്ടോ. നമ്മളെ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയതാകുമ്പോൾ തന്നെ നമുക്കതിനോടൊരു പ്രത്യേക താല്പര്യം തോന്നുമല്ലോ. വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. പുതിയൊരു വീഡിയോ കാണും വരെ എല്ലാവർക്കും എൻ്റെ സ്നേഹം നിറഞ്ഞ നമസ്കാരം.